വലിയ പ്രത്യേകതകളൊന്നും ഇല്ലാതെ ഒരു ഞായറാഴ്ച വ്ലോഗ് കൂടി. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റു പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. മോനുകുട്ടൻ എഴുന്നേറ്റിട്ടില്ല. മോനുകുട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിക്കണം. ഇന്ന് മോനുകുട്ടൻ സൺഡേ സ്കൂളുണ്ട്, കഴിഞ്ഞ ആഴ്ച ഇല്ലായിരുന്നേ. അപ്പം രാവിലെ നല്ല പ്രസന്നമായ അന്തരീക്ഷമായിരുന്നു. അതുകൊണ്ട് പള്ളിയിൽ പോകാൻ ഒരു തടസ്സവും ഇല്ലായിരുന്നു. മോനുകുട്ടോ എഴുന്നേക്ക്, വാ പള്ളിയിൽ പോകണം, എഴുന്നേക്ക്, സമയം എത്രയായി, വാ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ കാപ്പിയും ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് മോനുകുട്ടൻ റെഡിയായി. ഞാനിട്ടിരിക്കുന്ന ഈ ഡ്രസ്സിൻ്റെ കാര്യം കുറേ പേര് ചോദിച്ചു, എവിടെ നിന്നാണ് വാങ്ങിയതെന്ന് കേട്ടോ, ഓൺലൈനാണോ എന്നൊക്കെ. ഓൺലൈനല്ല, എൻ്റെ സ്ഥിരം രാജൻ ടെക്സ്റ്റൈൽസിൽ നിന്ന് വാങ്ങിച്ചതാണ്. പതിവുള്ള എൻ്റെ ബഡ്ജറ്റിൽ നിന്നും കുറച്ച് വേരിയേഷൻ ഉണ്ടായിരുന്നു ഇത് വാങ്ങുമ്പോൾ. കാരണം ഇത് ജീൻസിൻ്റെ ടോപ്പല്ലേ. ഇത് ഞാൻ വാങ്ങിയത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് പോയപ്പോഴാട്ടോ, ജോഷ് ടോക്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത്. എന്നാൽ പിന്നെ ഞങ്ങൾ പോയേച്ചും വരാം. മോനുകുട്ടൻ വലുതായി വരും തോറും ടൂ വീലറിൽ എനിക്ക് കൊണ്ടുപോകാനൊക്കെ വലിയ പ്രയാസമാണ്. ഞാൻ ലോഡ് വെച്ച് വണ്ടി ഓടിക്കാറില്ല. കാരണം നമുക്കതിനുള്ള ആരോഗ്യമില്ല, കൈക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഒരാളെ പോലും ഞാൻ വണ്ടിയിൽ അങ്ങനെ കൊണ്ടുപോകാറില്ല കേട്ടോ. മുത്തുള്ളപ്പോൾ ഈ പ്രയാസമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്. പിന്നെ പള്ളിയിലെ കഴിഞ്ഞ് ഞാൻ നേരെ അമ്മയുടെ അടുത്തോട്ട് വന്ന് അമ്മ ദേ ഉപ്പേരിക്കപ്പ വറുത്തതും ചായയും തന്നു. ഞാനത് 2 കഷ്ണം കഴിച്ച് ചായയും കുടിച്ചു. ഇനിയിപ്പം വീട്ടിലോട്ട് പോവാണ്. അമ്മ അവിടെ അല്ലറ ചില്ലറ പണിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ്. ജാനിക്കുട്ടിയും കൂക്കുമൊക്കെ വരുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. എന്നോട് പറഞ്ഞിട്ടില്ല, വരുമോ എന്ന് ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ വരുമായിരിക്കും. കുടുംബശ്രീയൊക്കെ ഉണ്ട്, വേറെ കുറേ ജോലികളൊക്കെ കാണും. പിന്നെ ദേ ഈ കരിയില പോലെ പറന്ന് നടക്കുന്നത് ആരാന്നറിയാവോ? മഴപ്പുള്ളെന്നാണ് നമ്മളിവിടെയൊക്കെ പറയുന്നത്. ഇവർ കൂട്ടം കൂടി വരുന്ന ദിവസം മഴ പെയ്യും എന്ന് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് മഴയുണ്ട് കണ്ടോ. കരിയില പറന്നു പോകുന്ന പോലെ തോന്നും. നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഇങ്ങനെയുള്ള കിളികളെ എന്താ വിളിക്കുന്നതെന്ന് പറയണം കേട്ടോ. ഇത് നമുക്ക് അവരെവിടെയെങ്കിലും ഇരുന്നാൽ കരിയിലയാണെന്നേ പറയത്തുള്ളൂ, ആ നിറമാണ് അതിന്. അപ്പോൾ അവരെല്ലാം കൂട്ടം കൂടി അവിടെ ഇരിപ്പുണ്ട്. വൈകിട്ടത്തേക്ക് കോളുണ്ട്. പിന്നെ ദേ അമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് എത്രയും ദൂരമുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയതേ ഇത്ര ഒരു 5 മിനിറ്റ് പോലും ഇല്ല, 2 മിനിറ്റ് പോലും ഇല്ല. നടന്നു വരുമ്പോൾ നമ്മുടെ വീടായി കണ്ടോ. അതാണ് നമ്മുടെ വീട്. ഇത്രയും ദൂരമേ ഉള്ളൂ അമ്മയും ഞാനും താമസിക്കുന്ന വീടുകൾ തമ്മിൽ. അപ്പോൾ കുറേ പേര് അമ്മ ദൂരെയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. പള്ളിയിൽ പോയിട്ട് വന്നേ. മോനുകുട്ട സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് കയറി വണ്ടി അവിടെ വെച്ചു. അപ്പോൾ അമ്മ ചായ വേണമെന്ന് ചോദിച്ചു. അവിടെ നിന്ന് ഇച്ചിരി ചായയൊക്കെ കുടിച്ചു. പിന്നെ കപ്പ ഉപ്പേരിയിലെ ഉണക്കി വെച്ചേക്കുന്ന കപ്പയിൽ ഉപ്പേരിക്കപ്പ വറുത്തത്, അതാണ്. ഉപ്പേരിക്കപ്പ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച്. അത് 2 കഷ്ണം കഴിച്ചു, ചായയും കുടിച്ചു. പിന്നെ ഞാൻ വന്നിട്ട് കഴിക്കാൻ വേണ്ടി ബ്രെഡ് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബ്രെഡും ജാമും കഴിക്കാമെന്ന് വിചാരിച്ച് അതിരിപ്പുണ്ട്. പിന്നെ നമ്മുടെ നെസ്റ്റിലേക്കുള്ള വീഡിയോ എടുക്കണം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് 2XL നൈറ്റീസാണ് കേട്ടോ. ഇത്രയുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസിൽ കാണിക്കുന്നത്. റെഡ് ഞാൻ ഏറെ എടുത്തതെന്നറിയാം, ക്രിസ്മസ് ആയല്ലേ. അപ്പോൾ ക്രിസ്മസിന്
നമ്മുടെ അമ്മമാരും നല്ല ചുമപ്പൊക്കെ ഇട്ട് നിൽക്കട്ടെ. പിന്നെ ഇതിൻ്റെ തന്നെ ചുരിദാർ കട്ടിങ് നല്ല അടിപൊളി പ്രിൻറ്റും കളറും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ ഓരോ വീഡിയോസിലായിട്ട് ഇടാം. ഇത് 2XL സൈസിലുള്ള ഇതിന് എലാസ്റ്റിക് ഉള്ളതുണ്ട്, പിന്നെ എൻ സ്റ്റൈലിൻ്റെ ഉണ്ട്, എൻ സ്റ്റൈലിൻ്റെ കുറേ ഉണ്ട്, പിന്നെ മാനസക്കട്ടും. അങ്ങനെ മിക്സ് ചെയ്താണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. എല്ലാം 2XL ആണ് സൈസ്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്ര സെലക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ചേക്കുക. പിന്നെ മോനിക്കുട്ടൻ ഇന്ന് 12:30 വരെ സൺഡേ സ്കൂളുണ്ട്. കഴിഞ്ഞ ആഴ്ച സൺഡേ സ്കൂളില്ലായിരുന്നു, അതുകൊണ്ടായിരിക്കും ഇന്ന് 12:30 വരെ ഉണ്ട്. പിന്നെ ഇന്ന് അച്ഛന് വേദവായനയുടെ പ്രസംഗം ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് പറഞ്ഞൊരു വിഷയം എന്താണെന്ന് അറിയാമോ? അത് കേട്ടപ്പോൾ എനിക്ക് എൻ്റെ പ്രിയങ്ങളോട് അത് പങ്കുവെക്കണമെന്ന് തോന്നി. എന്താണെന്ന് വെച്ചാൽ ചില വാക്കുകൾ ഒരു മനുഷ്യനെ വേദനിപ്പിക്കാൻ ചില വാക്കുകൾക്ക് ഭയങ്കര ശക്തി അല്ലേ. ആയുധങ്ങളെക്കാൾ മൂർച്ചയാണ് വാക്കിന്. അപ്പം നമ്മുടെ ചുറ്റുവട്ടത്ത് ആനുകാലികമായ ഒരു സംഭവം തന്നെ ഒരു വാക്കിൻ്റെ പേരിൽ ഒരു മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ വേദനിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് തള്ളിവിടണമെന്നോ ഓർത്തോ ആണോ മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. പക്ഷേ ആ ഒരു വ്യക്തിയിൽ നിന്നുണ്ടായ ഒരു വാക്കുകൊണ്ടാണ് അദ്ദേഹത്തിന് ജീവൻ നഷ്ടപ്പെട്ടത്. അതൊരു സത്യം തന്നെയാണ്. മനഃപൂർവ്വം ഇപ്പോൾ ഒരാളുടെ വ്യക്തിപരമായിട്ട് വേദനിപ്പിക്കണമെന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കത്തില്ല. ചിലർ മാത്രം അത് തന്നെ ഉദ്ദേശിച്ച് പറയുന്നവരുമുണ്ട്. വേദനിപ്പിക്കണം എന്നുള്ള രീതിയിൽ തന്നെ ഉദ്ദേശിക്കുന്നവർ കുറച്ച് പേരുണ്ട്. നമുക്കൊരാളെ സഹായിക്കാനോ അവരുടെ കഷ്ടപ്പാടുകൾ മാറ്റാനോ അവരെ വേദനകളിൽ നിന്ന് കരകയറ്റാനോ ഒന്നും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ നമുക്ക് ഒരു കാര്യം മാത്രം ചെയ്യാൻ എല്ലാ മനുഷ്യർക്കും പറ്റും. എന്താ? മറ്റുള്ളവരെ വേദനിപ്പിക്കാതിരിക്കുക, വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു മൂർച്ചയുള്ള ആയുധത്തിന് ശരീരത്തെ മുറിവേൽപ്പിക്കാൻ പറ്റും, പക്ഷേ അതിനേക്കാൾ മൂർച്ചയാണ് വാക്കുകൾ കൊണ്ട് മനസ്സിനേൽക്കുന്ന മുറിവും. ആ മുറിവ് ഉണങ്ങാൻ വളരെ പ്രയാസമാണ്. ചിലപ്പോൾ ആയുഷ്കാലം മുഴുവനും ആ മുറിവ് അങ്ങനെ തന്നെ നിൽക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനത് അച്ഛൻ പ്രസംഗിച്ച സമയത്ത് അതേപ്പറ്റി പറഞ്ഞപ്പോൾ എന്താ പറയുക, നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരാൾക്ക് ഒരു സമാധാനം, ഒരു സന്തോഷം, അതിനപ്പുറം ഒരു ആശ്വാസമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്കതാണ് ജീവിതം കൊണ്ട് ഏറ്റവും വലിയൊരു പുണ്യം. നമ്മളൊരു വ്യക്തിയെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ച് ജീവിതത്തിൽ നിന്ന് നിരാശ മാത്രം സമ്മാനിച്ച് തകർന്ന് അധംപതിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം തകർന്ന് തരിപ്പണമാക്കുക എന്ന് പറയുന്നത് മഹാപാതകം തന്നെയാണ്. അത് ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യം തന്നെയാണ് അല്ലേ. ജീവിതകാലം മുഴുവനും നിരാശയിലും വേദനയിലും കഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് ആ ഒരു വാക്കിൻ്റെ പേരിൽ എന്ന് പറയുന്നത് ഒരു വലിയ പാപം തന്നെയാണ്. അപ്പം ഇന്നത് കേട്ടപ്പം എനിക്ക് തോന്നി അതൊന്ന് പറയണമെന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ച് ഞാൻ എന്താ പറയുന്നത്, ആരെയും വേദനിപ്പിക്കാറില്ലേ? മനഃപൂർവ്വം ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ വേദന എന്താണെന്നുള്ളത് എനിക്കറിയാം. ഒരു വാക്കുകൊണ്ട് ഒരാൾ കേൾക്കുന്ന മുറിപ്പാട് എത്ര വലുതാണ് എന്നുള്ളത് അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ട് തന്നെ കഴിവതും എന്നെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും തിരിച്ച് അതേ രീതിയിൽ പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് ഞാനിപ്പോൾ ശീലിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഒരു വ്യക്തിയോട് എന്നെ എന്തെങ്കിലും വഴക്ക് പറഞ്ഞാൽ പോലും ഞാൻ മിണ്ടാറില്ലായിരുന്നു, തിരിച്ചൊന്നും പറയാറില്ലായിരുന്നു. അതിനുള്ള ഒരു ഗട്സ് പോലും ഇല്ലായിരുന്നു. പിന്നെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറേയൊക്കെ തിരിച്ച് പറയാനൊക്കെ പഠിച്ചു. പക്ഷേ പിന്നീട് ഒരു മനുഷ്യർ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് അനുഭവം കൊണ്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പലതും ഒഴിവാക്കി തുടങ്ങി. ഈ പ്രതികരിക്കുക എന്നുള്ളത്, ഈ വാക്കുകൾ പറയുക അല്ലെ വേദനിപ്പിക്കുക, നമ്മളോട് പറയുന്ന അതേ രീതിയിൽ തിരിച്ച് പ്രതികരിക്കുക എന്നൊക്കെയുള്ളത് ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്തു. അതാണ് സത്യം. പിന്നെ എനിക്ക് ദേഷ്യം വരികയും വഴക്ക് പറയുകയും ചെയ്യുന്നത് ഞാൻ ഇവരോട് രണ്ടുപേരോടും, ആരോടും, മോനിക്കുട്ടിനോടും മുത്തിനോടും. അല്ലാതെ ആരോടും അങ്ങനെ എന്നെ പറയുന്നത് പോലെ തിരിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ വാക്കുകൾ കൊണ്ട് ആർക്കെങ്കിലും വേദന ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അങ്ങനെ ആരെയും ടാർഗറ്റ് ചെയ്ത് എന്തെങ്കിലും പറയാം അങ്ങനെയുള്ള സ്വഭാവമൊന്നും എനിക്കില്ല. അറിഞ്ഞോണ്ടില്ല, അറിയാതെ ചിലപ്പോൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ കഴിവതും ഞാൻ എപ്പോഴും ഓർക്കുന്നു, നമുക്ക് ആരെയും സഹായിക്കാനില്ല, ആരെയും കഷ്ടപ്പാടുകൾ മാറ്റാനോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സമാധാനം കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഗുണവും ദോഷവും ഇല്ലാതെ മാറി നിൽക്കുക, അല്ലെങ്കിൽ എപ്പോഴേലും ഒരു നല്ല വാക്ക് പറയുക, അത്രയേ ഉള്ളൂ. അപ്പം ഇന്നത്തെ ഒരു ബൈബിൾ വായനയുടെ ഒരു വിഷയം
എൻ്റെ മനസ്സിൽ തട്ടിയത് കൊണ്ട് ഞാനിവിടെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീടിനകത്ത് നിറയെ ജോലികളുണ്ട്. അപ്പം പാചകവും എല്ലാം ഞാൻ ഇന്ന് മാറ്റി വെച്ചേക്കുക. കാരണം ചോറും കറികളും ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, മീൻകറി ഇരിപ്പുണ്ട്. ഇന്നലെ അമ്മ വൈകിട്ടത്തേക്ക് വാട്ടുകപ്പ വേവിച്ചായിരുന്നു, അതൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് ഉച്ചക്കലത്തേടെ ഞാൻ അതുകൊണ്ട് അങ്ങ് ഓടിക്കും. കാരണം എന്താ വെച്ചാൽ എനിക്ക് വീടെല്ലാം ഒന്ന് വൃത്തിയാക്കണം, വീഡിയോ ഇടണം. അതിൻ്റെ കൂടെ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ എല്ലാവരും ഫോട്ടോ ചോദിക്കുമേ. അപ്പോൾ ഫോട്ടോ ചോദിക്കുമ്പോൾ എനിക്കത് അന്നേരം ഫോട്ടോ എടുത്തിടുന്നതിനേക്കാളും അതിനകത്തൊരു കാറ്റലോഗ് സെറ്റ് ചെയ്ത് കാറ്റലോഗ് അയച്ചു കൊടുത്താൽ ഓർഡർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന്ന് ചെയ്ത് വെക്കണം, കാറ്റലോഗ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മുടെ ഐറ്റം സോൾഡ് ഔട്ട് ആവുന്നത് കാറ്റലോഗിൽ നിന്ന് റിമൂവ് ചെയ്താൽ മതി, ബാക്കിയുള്ളത് അങ്ങനെ തന്നെ കിടക്കും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കാറ്റലോഗ് നോക്കി ഓർഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം. അല്ലാതെ ഒത്തിരി പേര് പിക്ക് ചോദിക്കുമ്പോൾ എനിക്ക് അയച്ചു കൊടുക്കാൻ പ്രയാസമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോ എടുക്കാനും ഇതൊന്ന് വെറുത്ത് കാണിക്കാനും ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ചെറിയ പണികളല്ല. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ കഷ്ടപ്പാടാണ്, എൻ്റെ കൈയുടെ പ്രശ്നം കൊണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ ചോദിക്കുന്നവർക്ക് അത് അയച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളുണ്ട്. പിന്നെ ഇന്നിപ്പം വീഡിയോ ഇടുന്നുണ്ട്, ഇതിൻ്റെ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം പാക്ക് ചെയ്ത് വെക്കണം. പിന്നെ പൂപ്പവും ജാനിക്കുട്ടിയൊക്കെ വരുമോ എന്നറിയത്തില്ല. ജാനിക്കുട്ടിക്ക് ഡാൻസ് ക്ലാസ് ഉണ്ട്, അതുകൊണ്ട് വിട്ട് കാണും. കുഞ്ഞോനെയും കൊണ്ട് വരുമോ എന്നറിയത്തില്ല. കുക്കുവിന് പനിയാണ് പറയുന്നത്. ഞാനിന്ന് അങ്ങോട്ട് പോയില്ല, മതി ഇവിടുത്തെ ജോലികളുണ്ട്. തുണി കഴുകാൻ കിടക്കും, തുണി കഴുകാനും കുറേ ജോലികൾ. വീടിനകം ഒന്ന് തുടയ്ക്കണം. ഞാൻ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ തുടച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എൻ്റെ കൈയുടെ പ്രശ്നം കൊണ്ട് ഞാനങ്ങനെ ചെയ്യുന്നില്ല. അപ്പം ഒരു ചേച്ചി വരുമായിരുന്നല്ലോ, ചേച്ചിയാണ് വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ചേച്ചിയോട് ഞാനിത് തറ തുടയ്ക്കുന്ന കാര്യമൊക്കെ പറഞ്ഞതിന് വീടിൻ്റെ പരിസരം ഈ കൊച്ചു മുറ്റമാണ്, പക്ഷേ ഇത് കാടെല്ലാം വൃത്തിയാക്കി മുറ്റം തൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു ദിവസത്തെ ഫുൾ പണിയാണ്, കഷ്ടപ്പാടാണ്. അപ്പം അന്ന് തുടയ്ക്കാൻ പറ്റിയില്ല. പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച കൂക്കു വന്നപ്പോൾ ഇവിടെ എല്ലാം തുടച്ചു തന്നു. ഇപ്പം വീണ്ടും അഴുക്കായി. മോനുകുട്ടനാണെങ്കിൽ എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം ഈ പെരയ്ക്കകത്ത് കാണിക്കും. അപ്പോൾ അതുകൊണ്ടൊന്ന് തുടച്ചിടണം. എനിക്കാണെങ്കിൽ നമ്മൾ ഈ നടക്കുമ്പോൾ മണ്ണ് പറ്റുക, കാലെ ഒട്ടുക, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ എനിക്കിഷ്ടമല്ല. അപ്പോൾ എനിക്ക് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കണം. എനിക്ക് പറ്റുന്ന പോലൊക്കെ ഞാൻ വൃത്തിയാക്കിയിടും കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് ജോലികളുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പ്രിയങ്ങളോട് പറഞ്ഞില്ലേ, നമ്മുടെ ഈ ഒരു നെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു റൂം സെറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്കിപ്പം ഒരു റൂം പണിഞ്ഞ് ഇറക്കാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല ഇപ്പം. അപ്പം നമ്മുടെ ഒരു വർക്ക് ഏരിയ ഉണ്ട്, അവിടെ കുറേ ആക്രി സാധനങ്ങളും നമ്മുടെ ത്രെഡ്മില്ലും ഒക്കെ കൊണ്ട് വെച്ച് മൊത്തം പൊടിയും പിടിച്ച് അഴുക്കും പിടിച്ച് കിടക്കും ആ ഒരു ഏരിയ. അപ്പം അതൊന്ന് സെറ്റാക്കി എടുക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിനകത്ത് കിടക്കുന്ന സാധനങ്ങൾ മാറ്റണം. ആ മാറ്റാൻ നമുക്ക് ഇടവില്ല. അതുകൊണ്ട് അടുക്കളയുടെ അവിടെ ഒരു ചെറിയൊരു പോർഷൻ ഉണ്ടല്ലോ, നമുക്ക് അവിടെ 2 ഷീറ്റ് ഇടിയിക്കുന്ന കാര്യമൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പം അതിന് ഒരാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള അത്രയും എമൗണ്ടിലത്തൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യിക്കാമെന്നോർത്താണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് 2025 ജനുവരിക്ക് മുമ്പേ അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. മനസ്സിൻ്റെ ആഗ്രഹമാണ്, നടക്കുമോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്നു. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാളോടൊന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുള്ളിയെ വിളിക്കണം. അങ്ങനെ കുറേ പണികൾ ചെയ്ത് തീർക്കാനുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ നെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതെല്ലാം ഇന്ന് എനിക്ക് കുറേ പണികളുള്ളതുകൊണ്ട് ഇന്ന് നമുക്ക് അടുക്കളയിൽ അധികം പാചകമൊന്നുമില്ല, ഉള്ളതും കൂട്ടിയൊക്കെ കഴിക്കും. പിന്നെ എന്താണ്, അപ്പം ഞാൻ വീഡിയോ എടുക്കട്ടെ, നെസ്റ്റിലേക്കുള്ള വീഡിയോ എടുത്തിടട്ടെ കേട്ടോ. പിന്നെ ഫീഡിങ് നൈറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രോക്ക് നൈറ്റിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ട് ഓപ്പൺ സിബ് വരുന്ന മോഡൽ വളരെ കുറച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ചൊവ്വാഴ്ച വീഡിയോ ഇടും കേട്ടോ. ചൊവ്വാഴ്ച വീഡിയോ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ആദ്യത്തെയൊക്കെ വീഡിയോയിൽ 2XL സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ചോദിച്ചവരുണ്ട്. അപ്പം അതിൻ്റെയും കൂടെ ഞാൻ നാളെ ഫ്രോക്ക് നൈറ്റിയുടെ കൂട്ടത്തിൽ ആ സ്റ്റോക്കും കൂടെ ഞാൻ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ചോദിച്ചവരാരെങ്കിലും വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്തോളൂ, അത് ആ സ്റ്റോക്ക് ഉള്ളത് അയച്ചു തരാം കേട്ടോ. പിന്നെ അന്ന് ചോദിച്ച സമയത്ത് 2XL ഒക്കെ നമ്മൾ ചിലർക്ക് ഹോൾഡ് ചെയ്ത് വെക്കും. അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് കസ്റ്റമർ ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റാതെ ഹോൾഡ് ചെയ്ത് വെച്ച് 2-3 പീസ് കൂടി ഇരിപ്പുണ്ട്. അപ്പോൾ ചോദിച്ചവർക്ക് അതങ്ങ് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഹോൾഡിങ് എന്നുള്ള പരിപാടി ഇല്ല. നമ്മുടെ എന്താ പറയുന്നത്, പ്രൊഡക്റ്റ് ആരെങ്കിലും
വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അന്നേരം തന്നെ ഓർഡർ കൺഫേം ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും. അല്ലാതെ ഇനി ഒരാൾക്ക് വേണ്ടിയിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല എന്നാണ് തീരുമാനം. കാരണം പിന്നെ അവർ അനങ്ങത്തേ ഇല്ല, പിന്നെ ചോദിക്കത്തുമില്ല, പറയത്തുമില്ല, അതങ്ങനെ ഇരിക്കും. ചോദിച്ചവർക്കൊട്ട് കൊടുക്കാനും പറ്റത്തില്ല. മനസ്സിലായില്ല, കാര്യം അതാണ്. അപ്പോൾ അതുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു ഓപ്ഷൻ നമുക്കില്ല. നമ്മൾ സാധനം എടുക്കുന്ന വിറ്റ് തീർക്കാനല്ലേ, അതുകൊണ്ട് അങ്ങനെ വിചാരിച്ചിരിക്കുവാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കട്ടെ, നെക്സ്റ്റിലേക്കുള്ള വീഡിയോ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടികളൊക്കെ ചെയ്യാം. തുടങ്ങിയാലുണ്ടല്ലോ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ പണികളാണ്. കാരണം തുണികളൊക്കെ ആണെങ്കിലും എൻ്റെ ഷാൾ ഉൾപ്പെടെ എല്ലാം ചുരുട്ടിക്കൂട്ടിയൊക്കെ വെച്ചേക്കും. അതിനകത്ത് കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുന്നത്. ബാക്കിയെല്ലാം അലമാരിക്കകത്ത് ഇങ്ങനെ പിരിഞ്ഞ് അതിനകത്ത് ഇരിക്കുക. അതൊക്കെ എടുത്താൽ ഇന്ന് നാളെ തീരാത്ത ജോലികളുണ്ട്, പിന്നെ ആവതില്ലാതെ വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും തൊടുന്നില്ല. അല്ലാതെ കുറച്ച് ജോലികൾ ഈ പറഞ്ഞതൊക്കെ ചെയ്ത് തീർക്കട്ടെ. തുണികളെല്ലാം വാരിയിട്ടിട്ടുണ്ട് കഴുകാൻ. അവരവരുടെ പണി ചെയ്യട്ടെ. പിന്നെ ഈ ഒരു ഏരിയ ഇത് മുഴുവൻ ആക്രി സാധനങ്ങളും നമ്മുടെ ത്രെഡ് മില്ലും ഒക്കെയാണ്. കണ്ടോ, ഇത് മുഴുവനും കുറേ സാധനങ്ങളൊക്കെയാണ്, വേണമെന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം പ്ലംബിങ്ങിൻ്റെയും വയറിങ്ങിൻ്റെയും കുറേ സാധനങ്ങളൊക്കെ ആട്ടോ. ഇതൊക്കെ ആവശ്യമുള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്. ഇതൊക്കെ അവരുടെ പപ്പയുടെയാണ് സാധനങ്ങൾ. നമ്മുടെ വീട് പണിയുടെ ബാക്കിയുണ്ട്, പിന്നെ അല്ലാതെ കുറച്ച് സാധനങ്ങളുണ്ട്, വേണ്ടാത്തതും എല്ലാം ഉണ്ട്. അതെല്ലാം ഇങ്ങനെ വെച്ചേക്കും. ത്രെഡ് മില്ലാണെങ്കിൽ മുത്തുപോയ, പിന്നെ മോനിക്കുട്ടൻ വല്ലപ്പോഴും ചവിട്ടും, എനിക്കൊരു ശകലം പോലും പറ്റുന്നില്ല. ഇതൊക്കെ നമ്മുടെ വീട് പണിയുടെ കുറേ സാധനങ്ങളും, എലിപ്പത്തായം, കൂന്താലി, ബാറ്ററി വെള്ളം, പിന്നെ ഇത് നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനുള്ള, പിന്നെ അരകല്ല്. കണ്ടോ, ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ വെച്ചേക്കുക. ഇതൊക്കെ അവരുടെ പപ്പയുടെയാണ്. സ്പീക്കർ, പഴയ സ്പീക്കറില്ലേ, അതൊക്കെ ഇപ്പോൾ നമ്മളിവിടെ കൊണ്ടിങ്ങനെ വെച്ചേക്കുവാണ്. അതിൽ ഒരെണ്ണം തോണ്ട് താഴെ ഇരിക്കുന്നതാണ്, അവിടുത്തെ വീട്ടിലെ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഒന്ന് വലിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാം എന്ന് വിചാരിച്ച് നോക്കുവാണ്. അറിയത്തില്ല നടക്കുമോയെന്ന്. പിന്നെ ഇതെല്ലാം ഒതുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ മുറ്റത്ത് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനാണ് നമ്മൾ ആളിനെ വിളിച്ചേക്കുന്നത്. ഇപ്പോൾ വരും, നോക്കാം. നമ്മുടെ കയ്യിൽ ഒതുങ്ങുമെങ്കിൽ ചെയ്യാം. മുറ്റത്തൊക്കെ കരിയിലയുണ്ട്. രാവിലെ മോനിക്കുട്ടൻ ഇന്ന് മുറ്റം തൂക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയേക്കുന്നത്. അയ്യോ, വിശപ്പൊക്കെ ഉണ്ട്. പാഷൻ ഫ്രൂട്ടൊന്നും വിളഞ്ഞില്ല കേട്ടോ, എല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ടായില്ല. കണ്ടോ 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 കണ്ടോ, അതുകൊണ്ട് നിൽക്കുന്നു. കുറേ പേരുണ്ട്. നമുക്ക് നോക്കാം, എവിടെങ്കിലും ഒരാളെങ്കിലും പാകമായോ എന്ന് നോക്കട്ടെ. ഇത് ഇമ്മിണി ആയതാണ്, എന്നാലും കുറച്ചുകൂടെയൊക്കെ ആവണം. ഒന്നും ആയില്ല തന്നെ, ആവട്ടെ. തൽക്കാലം നമുക്കൊരു പഴം തിന്ന് വിശപ്പടക്കാം. ബ്രെഡ് ഇരിപ്പുണ്ട്, ജാമും. നോക്കട്ടെ, ഇത് കഴിച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡ് കഴിക്കാം അല്ലേ. നെക്സ്റ്റിലേക്കുള്ള വീഡിയോ ഒക്കെ എടുത്തു, ഇനി എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണം. അവിടെ ഷീറ്റ് ഇടുന്ന കാര്യം പറഞ്ഞതാണേ. ബാഗ് എന്തി മോനിക്കുട്ടൻ സൺഡേ സ്കൂൾ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഇവിടെ അമ്മയ്ക്കറിയാം, ഇവിടെ
ഏ എല്ലാം അറിയാം, എനിക്കെല്ലാം അറിയാം. ബാ ബാ കേറ്, ഡ്രസ്സ് മാർ. ഇന്ന് കഴിഞ്ഞ ആഴ്ച അച്ഛൻ പറഞ്ഞായിരുന്നു ബൈബിളിന്റെ പഠിച്ചോണ്ട് ചെല്ലണമെന്ന്. എന്തുവായിരുന്നത്? ഇന്നെന്തോ, ഇന്ന് അസൈൻമെന്റ് ഒന്നും തന്നില്ലേ അച്ഛൻ? അച്ചാച്ചനുള്ളായിരുന്നെങ്കിൽ രാവിലെ പള്ളിയിൽ കൊണ്ടുവിടായിരുന്നു. അച്ചാച്ചനെ 7 മണിയാകുമ്പോഴേ കൊണ്ടുവിടുമായിരുന്നു പള്ളിയിൽ. മോനുകുട്ടന് എൻ്റെ കൂടെ ഏങ്ങി താങ്ങി കുർബാനയൊക്കെ തുടങ്ങുമ്പോഴാണ് പോകുന്നത്. നേരത്തെ പോകണം പള്ളിയിൽ. അമ്മയ്ക്ക് വയ്യാത്തോണ്ട്. എന്തുവായിരുന്നു കഴിക്കാൻ? നല്ലായിരുന്നു. അമ്മയ്ക്ക് വിശക്കുന്ന. അമ്മ വന്ന് അമ്മമ്മയുടെ അടുക്ക കയറി ഒരു ചായ കുടിച്ചിട്ടിങ്ങി പോരുന്നു. ഇവിടെ വന്നപ്പോ വിശപ്പില്ല. പിന്നെ ഒരു പഴം എടുത്ത് കഴിച്ചു. 2 ബ്രെഡ് കഴിച്ചാലോ. 1 മണിയാവാറായി. ചോറുണ്ണാറായി. ചോറ് വേണോ? ചോറും കപ്പയും മീൻകറി. ചോറും കപ്പയും മീൻകറി. ഇഡലിയും സാമ്പാറും തിന്നോണ്ടല്ലേ 2 മണിയായത്. ഇഡലിയും സാമ്പാറും കഴിച്ചോണ്ടല്ലേ 2 മണിയായത്. അമ്മയ്ക്ക് വിശക്കും. അമ്മ ചോറുണ്ണാൻ. ഒരു വലിയൊരു ആള് വന്നു അടുക്കളയില്. മാമിയുടെ പാത്രം വല്ലതും എടുക്കാൻ വന്നയാ. എവിടെ പോവാ? എവിടെ പോവാ? എവിടെ പോവാ കാലവും കൊണ്ട്? കുഞ്ഞ അവിടെ വെച്ചേര്. ബാ ബാ ബാ. അതിങ്ങോട്ട് വരാനല്ല, അത് അവിടെ വെച്ചിട്ട് വരാനാ മാമി പറഞ്ഞത്. കുഞ്ഞോ ബാ, കുഞ്ഞോ വെറൈറ്റി കറിയാ. ചെല്ല് പോ ചോറുന്നു. പപ്പടം ഉണ്ട്. ചെല്ല്. അത് വേണ്ട, അത് വേണ്ട. അത് നമുക്ക് 4 മണിക്ക് എടുക്കാം. ഇച്ചിരി ചോറുണ്ണാം. ചോറും ഞാൻ ചോദിച്ചതേ ഉള്ളു. പിന്നെ നമുക്ക് ഇച്ചിരി മീൻകറി ഒഴിക്കാം. ഇച്ചിരി കപ്പയുടെ പുറത്തൊഴിക്കാം. മുളക് ചമ്മന്തി നമ്മുടെ ഏത്തക്ക പുഴുങ്ങിയതിൻ്റെ കൂടെ കഴിക്കാനുണ്ടാക്കിയില്ല, അതാട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഉച്ചഭക്ഷണം. കഴിക്കട്ടെ. കുക്കും കൂടെ വന്ന് തുണിയൊക്കെ വിരിച്ചു. കുറേ തുണികളുണ്ടായിരുന്നേ. ദേ എല്ലാം വിരിച്ചു. ചോറുണ്ടു. അടുക്കളയെല്ലാം വൃത്തിയാക്കി. പാത്തടമെല്ലാം കഴുകി. ഇനി അടുത്ത പണിയിലേക്ക് കടക്കട്ടെ. ഫ്രീക്കൻ, ഞങ്ങളുടെ ബ്രീക്കൻ. അച്ചാച്ചിയോട് പറഞ്ഞേ കുഞ്ഞു മുടി വെട്ടിയെന്ന്. അച്ചാച്ചി വിളി. അച്ചാച്ചി ഒരു കാര്യം പറ. അച്ചാച്ചി കാണിച്ച്. താങ്ക് യു. താങ്ക് യു പറയാം മാമി. കൂടെ കള്ള.
കുഞ്ഞോ ഉറക്കമാണ്. കുഞ്ഞോയെ ഉറക്കിയിട്ട് കുക്കു അയൽക്കൂട്ടത്തിന് പോയി. എന്തോടുക്കുവാ? തീ കത്തിക്കാൻ പോവായിരിക്കും. എനിക്കറിയാമല്ലോ. എന്തോനിപ്പോ അവിടെ തീ കത്തിക്കുന്ന? എന്റെ കരിയാപ്പ് കത്തിക്കല്. അവിടെ നിങ്ങോട്ട് നീങ്ങിയിരി, പുറമോട്ട് വീഴും. കുഞ്ഞോ ഭയങ്കര ഉറക്കോ. കുഞ്ഞോയെ ഉറക്കിയിട്ടിട്ട് കുടുംബശ്രീക്ക് പോയി കേട്ടോ. അപ്പൊ ഞാന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ട് കിടന്ന് ഞാനും ഇച്ചിരി നേരം ഉറങ്ങി. പിന്നെ ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അതിന്റെ ആൾക്കാർ വന്ന് ഏകദേശം കണക്കൊക്കെ നോക്കിയിട്ട് പോയിട്ടുണ്ട്. എമൗണ്ട് ഒന്നും പറഞ്ഞില്ല. ചായ ഇടാന്ന് വിചാരിച്ചു. അമ്മ ഇടയ്ക്ക് വന്നിട്ട് അങ്ങ് പോയി. അമ്മയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞ് അമ്മ അങ്ങ് പോയി. അപ്പൊ പിന്നെ ചായ ഇടാൻ പാലമ്മയ്ക്ക് അങ്ങോട്ട് കൊടുത്തു വിട്ടു. ചായ അമ്മ ഇട്ട് കുടിച്ചോളാന്ന് പറഞ്ഞ് ഞങ്ങൾക്കുള്ള ചായ ഇടുക. തുടച്ചൊന്നുമില്ല കേട്ടോ, വയ്യ. കിടന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങ് ക്ഷീണമാണ്. മേലെ എഴുതുന്നതിനൊക്കെ മുമ്പേ ഒന്ന് തുടയ്ക്കാം. ഇത് അടിക്കണ്ടി അവന് ഉണർന്നു വരും. ഓ, അത് ഒട്ടിച്ചില്ല. ജനലിന്റെ അവിടെ ഒരു കള്ളൻ. ജനലിന്റെ അവിടെ ഒരു കള്ളൻ. എനിക്കിഷ്ടം ചായ പഠിപ്പിച്ചു വെച്ച എല്ലാം ഞങ്ങള് കണ്ടു. മാമി അത് എടുത്ത് അവിടെ വെച്ച് ഞങ്ങൾ കണ്ടല്ലോ. എന്തുവാ ആ ടേപ്പല്ലേ, അതൊക്കെ കണ്ടുപിടിച്ച് ആദ്യം പഠിച്ച്. ഞാനും ഉണ്ട്. വീഴരുത്, അവിടുന്ന് വീഴല്ല. മോനുകുട്ടൻ മുറ്റം തൂക്കുവാണ്. ഇറങ്ങക്കളെ, വീഴും. രാവിലെ പള്ളിയിൽ പോയപ്പോഴേ മുറ്റം തൂക്കുന്ന കാര്യം പറഞ്ഞിട്ടാ പോയത്. മുറ്റം തൂക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരാള് മുറ്റം തൂത്തോണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ചാടാനും കളിക്കാനും ഒക്കെ പോകുന്നുണ്ട്. വാവൊക്കെ ഇത് കുഞ്ഞുണരും. കുഞ്ഞുണർന്നാല് കുഞ്ഞുണർന്നാ അവൻ കാര്യം. ചായയുടെ കൂടെ മുറുക്കും ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റും ആട്ടോ. നമ്മുടെ അധ്വാനിക്കുന്ന പുരുഷന് ചായ എടുക്കട്ടെ. ഇത് കൂടെ നിന്ന് തുള്ളിക്കളിക്കുന്ന ജാനിപ്പെണ്ണി. കഴിഞ്ഞ ദിവസം നമ്മൾ പച്ചയത്തേക്ക പുഴുങ്ങിയായിരുന്നു. അപ്പോഴാണ് അമ്മ അത് ആദ്യമായിട്ട് കഴിക്കുന്നത്. അത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു 2-3 കൂടെ അങ്ങ് കൊടുക്ക്, നമുക്ക് തിങ്കളാഴ്ച പുഴുങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് അത് എടുത്തുകൊണ്ട് പോവാം. ചായയുടെ കൂടെ മുറുക്കുണ്ടായിരുന്നു. മുറുക്കും അച്ചപ്പമൊക്കെ ചായക്കകത്ത് കുതിർത്ത് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർ കമൻ്റ് ഇടണേ. അമ്മക്കിലേക്ക് കൂടെ തരാവോ? ആരെയാ ചോദിക്കുന്നത്? എന്തുവാ തിരക്കുന്നേ? ഈ ചായ അങ്ങ് ഇഷ്ടമല്ല, മസാല ചായ. ഇരിപ്പുണ്ട്. ഞാൻ വിളിച്ചോളൂ. ഇതിലേ വന്ന് പറഞ്ഞു. ചക്കരോ ചക്കരോ
ഒന്ന് കഴിച്ചോണ്ടോ? അത് ഒരു ബിസ്ക്കറ്റ് എടുത്ത് കുഞ്ഞിനും കൊണ്ട് കൊടുക്കും. മക്കളെ ഒരു കുഞ്ഞു കവർ കുഞ്ഞുണ്ട്. കുഞ്ഞിനോട് കുഞ്ഞിക്കാന്താരി ഏത്തക്ക. നാളെ അമ്മയുടെ സ്പെഷ്യൽ. അമ്മ ആദ്യമായിട്ട് പച്ച ഏത്തക്ക പുഴുങ്ങി കഴിച്ചത്. എവിടെ നിൽക്കുന്നു? ഹായ്. ഇതുകൊണ്ടാ മാമി. കുഞ്ഞോടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് കുഞ്ഞോ എഴുന്നേറ്റ്. ഇരിപ്പ് നോക്കില്ല മാമീന്റെ കാലയില് പൊട്ട്. പൂക്കമ്മ ഇപ്പൊ വരും. കുടുംബശ്രീ കഴിഞ്ഞതേ ഉള്ളൂ. ഇത്ര നേരമായിട്ടാ അമ്മൂമ്മ അവിടെ നിൽക്കുക. അവിടെ കൊണ്ടുപോകുന്നു. കുഞ്ഞോ ടാറ്റ ടാറ്റ പറഞ്ഞോ കുഞ്ഞോ. കുഞ്ഞോ കുഞ്ഞോ ടാറ്റ പറ. ഓ കുക്കു കരയുന്നു. കുക്കു കരയുന്നു. കുഞ്ഞു അടിച്ചേന്. പോട്ടെന്ന് പറ. ഒരു ചക്കര ഉമ്മ ഓട്. ഒരു ഉമ്മ ഓട്. ഒരു ഉമ്മ ഓട് കുക്കുവിന്. ഒരു ഉമ്മ ഓട്. ജാനിപ്പെണ്ണ് കരഞ്ഞോണ്ട് നിൽക്കുന്നുണ്ടോ? പോകുന്ന കാര്യം പറയുമ്പോ ഇവിടെ കണ്ണുനീർ പുഴ ഒഴുകും. ഒരാൾ ഇവിടെ ഇരുന്ന് കരയും, ഒരാൾ അവിടെ നിന്ന് കരയും. ജാനിക്കുട്ടിയെ ജാനിക്കുട്ടി ജാനിക്കുട്ടി അങ്ങനെങ്കിലും കുറച്ച് സംതൃപ്തിപ്പെട്ടോട്ടെ. ജാനിക്കുട്ടി പോയേന് എന്നെ വായി വന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം എൻ്റെ അടുക്ക വന്നിരിക്കും. ചുമ്മാ പറഞ്ഞാണ്. എന്നും ഇത് തന്നെ. എന്നെ ഓരോന്നെല്ലാം പറയും ദേഷ്യം വരുമ്പോ കേട്ടോ. അമ്മ പന്ന അമ്മയാ എന്നൊക്കെ പറഞ്ഞു. ഇന്നലെയും പറഞ്ഞു, ഇന്നും എന്നിട്ട് പിന്നെ വന്നോളൂ ഇങ്ങനെ. ചുമ്മാതെ പറഞ്ഞതാ, ഞാൻ ചുമ്മാതെ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞു. ഇന്നലെ ഇന്നും എല്ലാം അടുപ്പിച്ച് ഇങ്ങനെ പറയുമ്പോ ഞാൻ സന്തോഷിക്കണോ? കൊള്ളാവില്ല.
ഇപ്പൊ സന്തോഷിക്കുവാണല്ലോ. ഇപ്പൊ ഇനിയിപ്പൊ സന്തോഷിക്കാതെ നിവർത്തിയില്ലല്ലോ. ഇപ്പോഴും സന്തോഷിക്കുക. ജീവിക്കണ്ടേ? ഇപ്പോഴും ചിരിക്കുന്നു. അമ്മേ എന്തോ ഇന്ന് നേരത്തെ എടുക്കണം. കിടന്നോ? 8 മണിയാവണം ഞാൻ കഴിച്ചിട്ട്. ഓ, രാവിലെ 6 മണിക്ക് എണീച്ചാ. ജാനിക്കുട്ടി കരഞ്ഞ് നിലവിളിച്ച് പോയിട്ടുണ്ട്. ജാനിക്കുട്ടിക്ക് നാളെ സ്കൂളില്ല, മോനുകുട്ടന് സ്കൂളുണ്ട്. ഇവിടെ നിർത്തിയിട്ട് പോയാല് മാമി ഒരു പറഞ്ഞല്ലോ ഞാൻ രാവിലെ പോവും, മോനുകുട്ടൻ രാവിലെ പോവും, പിന്നെ തന്നെ ഇവിടെ ഇരിക്കണം. അതല്ല അമ്മമ്മ അവര് പറഞ്ഞല്ലോ അവിടെ നിന്നോട് നിക്കാൻ പറഞ്ഞു. ജാനിക്കുട്ടി തന്നെ ഇരിക്കും ഇവിടെ. ഇവിടെ അല്ല അമ്മ തന്നെയല്ലേ ഉള്ളു. അവിടെ അല്ല അവിടെ അവിടെ TV കണ്ടിരിക്കാൻ പറഞ്ഞു. വന്നോ? വീഡിയോ കാണിക്കാൻ പറഞ്ഞു. വീഡിയോ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നു. വീഡിയോ കാണിക്കാമോ? കാണിക്കത്തില്ല. എന്തുവാ? എന്തുവാ? സൂപ്പർ വ്ലോഗിങ് അതാ മൊത്തമൊക്കെ സീൻ വ്ലോഗിങ് ആയിരുന്നു. ഞങ്ങൾക്ക് മൊത്താങ് എന്ന് പറഞ്ഞൊരു ആദ്യം അതുണ്ട്. ആദ്യം ഒരു വിന്റേജ് വണ്ടിനെ കണ്ട് ഉടനെ ഇതും കണ്ട് ഒരു നല്ലൊരു വണ്ടി വേറെ സ്പോർട്സ് കാറും കണ്ട്. എന്താ എന്റെ ഞാൻ വീഡിയോ അയച്ചു തരാം, മോനെ കാണിക്കാം. അപ്പു എന്തിയേ? കാർത്തികൻ ചായ കുടിക്കാൻ പോയി. 50 രൂപയുള്ള ടിക്കറ്റിന് എന്നെ 50 രൂപ. പിന്നെ പെട്രോൾ ഒരാൾ ഓടിക്കാൻ ഉണ്ടല്ലോ, ഉണ്ടെങ്കിൽ അവിടെ സുഖം പോവാൻ. ഒരു ദിവസം പോവാം. ഇവിടെ നിങ്ങൾ വരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ദിവസം പോവാന്ന് ഞാൻ വിചാരിച്ചിരിക്കും. നല്ല രസം എല്ലായിടം കാണാൻ. എല്ലാം ക്ലീൻ അവിടെ, ക്ലീൻ ആയിട്ട് എല്ലാം നല്ലതായിട്ട് പണിഞ്ഞ വെച്ചേക്കുന്നത്. നമ്മൾ ആ ബസ് ഇതൊരു മുകളിൽ വരെ എത്തിച്ചത്. അയ്യോ അത്ര നടക്കണ്ടായിരുന്നു. നടന്നോണ്ട് നമുക്ക് അത്രയും കാണാൻ പറ്റി. അതല്ല മോള് പോയിട്ട് പിന്നെ എന്തായാലും നടക്കുന്ന താഴോട്ട് ഇറങ്ങിയാന്നാ അറിയാം. അതാ അതൊരു കുഴപ്പമില്ല. ഞങ്ങള് സൺറൈസ് ഒക്കെ കാണാമേ, അതൊന്നും വീഡിയോ ഇട്ടിട്ടില്ല, അയച്ചു തരാം. അവിടെ ഇങ്ങനെ ഉദിച്ചു വരുന്നുണ്ട്. 2 മിനിറ്റ് കൊണ്ട് ഉദിച്ചു പോയി. അതായിരുന്നമ്മേ, ഞാൻ അയച്ചു തരാം. അതൊന്നും സ്റ്റോറി ഇടാൻ പറ്റിയില്ല. എന്തോ കഴിക്കാൻ രാത്രി കഴിക്കാൻ ഒരു സ്പെഷ്യൽ സാധനം ഞാൻ ഫോട്ടോ ഇടാം. എന്തോ എടുക്കുവാ? ദൈവമേ, മുത്തിനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ആ സമയം കൊണ്ട് ഇവിടെ മുട്ടയും പൊട്ടിച്ച് ബ്രെഡും ചൂടാക്കി ആകപ്പാടെ ഇവിടെ പാചകമായി. രാത്രിയിലത്തേക്ക് ബ്രെഡ് മതിയോ? മുട്ട വറുത്തത് അമ്മയ്ക്ക് കുടിച്ചിരുന്നല്ലേ? അമ്മയ്ക്കില്ലേ? പൊടിയായിട്ടാണ് അതിന്റെ താഴെ ഇങ്ങനെ 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 അതിന്റെ താഴെ വെക്കും. ഒരാൾ എനിക്ക് മുട്ട തരാം, ബ്രെഡ് തരാം എന്നൊക്കെ പറഞ്ഞ് ഇനി എനിക്ക് മുട്ട വെച്ചിട്ടുണ്ടോ? അയ്യോ സോറി തമ്പുരാനെ. മുട്ടയൊക്കെ ചീക്കി എടുത്തത് എനിക്കിവിടെ വെച്ചിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. പിന്നെ നമുക്ക് ബ്രെഡ് കഴിക്കും. ചോറ് വേണമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് ബ്രെഡും ജാമും. മുട്ട എടുത്തില്ല. മുട്ട മോനുകുട്ടൻ ഉണ്ടാക്കിയതുണ്ട്, പിന്നെ ഇനി എന്തിനാ മുട്ട? ബ്രെഡിന്റെ ആദ്യത്തെ പീസും ലാസ്റ്റ് പീസും എനിക്കിഷ്ടമാണ്. ബ്രെഡും മുട്ട എടുത്തതിൻ്റെതായിട്ടുള്ള കോലാഹലം മൊത്തം അടുക്കളയിലാണ്. എനിക്കിതിങ്ങനെ പൊടിയഴുക്കും കിടക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനിവിടെ നിന്ന് ക്ലീൻ ചെയ്തിട്ടാ കഴിക്കുന്നു. ചൂലി കിട്ടുന്നു. ബ്രെഡിന്റെ പൊടി ഇവിടെ എല്ലാം
തക്കാളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്ന് മുത്തും കൂട്ടുകാരുടെ ഏതോ ഒരു പാർക്കിന്റെ പേര് പറഞ്ഞ് എനിക്കറിയത്തില്ല, പേരൊന്നും എനിക്കറിയത്തില്ല. അവിടെയൊക്കെ പോയേക്കുമായിരുന്നു. അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുമായിരുന്നു എന്നോട് കേട്ടോ. ഈ അമ്മ വരുമ്പം നമുക്ക് അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞതാ. എന്ന് പോവാന് അപ്പൊ കഴിയട്ടെ. നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയ്ക്ക് കാണാമേ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.